ചുരുക്കം വാക്കുകളിൽ സിസ്റ്റർ ഇന്ദിര പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് അങ്ങ് ഒരുക്കി തന്നതിന് ആദ്യത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കുന്ന അധ്യാപകരെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ അത് നല്ല നിലത്ത് തന്നെ വീണ് നല്ല ഫലം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാക്കി തരണമേ. ഞങ്ങൾ വചനം അനുസരിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിന്റെ ദാസീദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുകയും ഇവിടെ സ്ലൈഡ്സ് കാണിക്കുകയും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നു. മൊബൈലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടൊരു ചെറിയ ഡിലേ വരുന്നത്. ഞാൻ മറ്റൊരു ഡിവൈസിൽ കൂടെ ഒന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്പം ഒരു 2 മിനിറ്റ് അതുകൊണ്ടൊന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് സ്ക്രീൻ ക്ലോസ് ചെയ്യേണ്ടി വരുന്നു. അതെ, എൻ്റർ ഇവിടെ അടിച്ച് അത് മ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ. ആട്ടെ, ആ പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? ഓക്കെ. പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ള ആ വിഷയം നമ്മൾ അതിലെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4-ാം അധ്യായത്തിന്റെ 44 മുതൽ 26-19 വരെ മഹത്തായ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ദൈവവും ഇസ്രായേൽ ജനവുമായി ചെയ്തിരിക്കുന്ന അതിമഹത്തായ ഒരു ഉടമ്പടി. ആ ഉടമ്പടി ദൈവമായ യഹോവയോട് പൂർണ്ണമായ കൂറ് അല്ലെങ്കിൽ സമ്പൂർണമായ ഭക്തിബന്ധം ആവശ്യപ്പെടുന്നു. 4-44 മുതൽ 11-32 വരെ അതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നമ്മൾ പഠിച്ചു വരുന്നത് അനുബന്ധമായ ചില സപ്ലിമെന്ററി ടേംസ്, ചില നിബന്ധനകൾ കൂടെ മോശെ അവരോട് പറയുന്നതാണ് 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് ഒന്നാമത് ആചാരപരമായ വിശുദ്ധീകരണവും സമർപ്പണവും. ആചാരപരമായ വിശുദ്ധീകരണവും സമർപ്പണവും 12-1 മുതൽ 13-19 വരെ ആ വിഷയം പ്രതിപാദിക്കുന്നു. അതിൽ ഒന്നാമത് 12-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവർക്ക് അവകാശമായി നൽകുന്ന ദേശത്തെ അവർ ശുദ്ധീകരിക്കണം. അവിടെ നിന്ന് ജാതികളുടെ വിഗ്രഹങ്ങളെ നീക്കിക്കളയണം. അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയണം. അവരുടെ യാതൊരുവിധ ആചാരങ്ങളും അവർ പിൻപറ്റുവാൻ പാടില്ല. അവയൊന്നും അവശേഷിപ്പിക്കുവാൻ പാടില്ല. ദേശത്തെ ശുദ്ധീകരിക്കണമെന്ന് മോശെ അവർക്ക് നിർദ്ദേശം 12-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രതിപാദിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. തുടർന്ന് യഹോവയെ മാത്രം ആരാധിക്കണം. 12-4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചത് ദൈവം കൃത്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ആ സ്ഥലത്ത് അവർ ആരാധിക്കണം. എവിടെയെങ്കിലും അല്ല. ജാതികൾക്ക് ഏത് കുന്നിലും മലയിലും ഏത് മരങ്ങളുടെ
ചുവട്ടിലും ബലിപീഠങ്ങൾ പണിത് ആരാധന നടത്താം. എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൃത്യമായി പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആരാധിക്കണമെന്ന് കൽപ്പന നൽകിയിരുന്നു. ആ കാര്യം നമ്മൾ പഠിച്ചു. ഇന്ന് സൗരന്മാരെ ഒരാളെ കൂടെ അൺമ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്, പിന്നെയും അൺമ്യൂട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് 13:1 മുതൽ 19 വരെയുള്ള ആ വചനഭാഗത്തിൽ പ്രതിപാദിക്കുന്ന കാര്യമാണ്. അന്യദേവന്മാരെ സേവിക്കുവാൻ പ്രലോഭിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരെ നീക്കിക്കളയണം. അന്യദേവന്മാരെ സേവിക്കുവാൻ പ്രലോഭിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. 13:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 13:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന പ്രമാണിച്ചു നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയുമരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളങ്ങളോ അത്ഭുതങ്ങളോ സംഭവിക്കുകയും ചെയ്താൽ നീ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെ വാക്ക് കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കാവുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ, 6-ാം വാക്യം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ ഇസ്രായേൽ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലേണം. അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം. നോക്കി, അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നമ്മൾ ആ ഒരു വിഷയം മുൻപ് ചിന്തിച്ചതാണ്. കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. അങ്ങനെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റിട്ട് നീ അറിഞ്ഞിട്ടില്ലാത്ത ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ സ്വപ്നക്കാരന്റെ അല്ലെങ്കിൽ ആ പ്രവാചകന്റെ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നമുക്ക് വളരെ ഇന്ന് മാർക്കറ്റുള്ള ഒരു ബിസിനസ്സാണ് പ്രവചനം പറയുക. ഒരാൾ ഒരു കാര്യം പറയുന്നു, അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് ദൈവത്തെക്കാൾ വാല്യൂ ആണ്. ദൈവസമമായിട്ട് ആ വ്യക്തി ഇങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട പ്രവചനങ്ങളെല്ലാം ഈ 66 പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ളത് ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കും. എന്നാൽ ഈ ഭാവിയെക്കുറിച്ച് ഏറ്റവും ആശങ്കയുള്ളതും പ്രവചനങ്ങളുടെ പുറകെ അധികമായി ഓടുന്നതും ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ബലഹീന വിശ്വാസികളാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല. അവരെ ഭൗതിക കാര്യങ്ങളിൽ ഏറ്റവും അവർക്ക് താല്പരരായിരിക്കുന്ന, അവരുടെ ഏറ്റവും വലിയ താല്പര്യം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അവർ ദൈവത്തിന്റെ പിൻചെല്ലുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഭാവിയെക്കുറിച്ച് ആശങ്കയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നാളെ എന്ത് കഴിക്കുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആശങ്കപ്പെടുന്നില്ല. ഫീസ് കൊടുക്കുന്നതിനെ പറ്റി ആശങ്കപ്പെടുന്നില്ല. അങ്ങനെ ആശങ്കപ്പെടുന്നുവെങ്കിൽ ആ അപ്പൻ അല്ലെങ്കിൽ അമ്മ വളരെ ദരിദ്രരായ ഒരു വ്യക്തിയായിരിക്കും. സമ്പന്നനായ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവാണെങ്കിൽ
അങ്ങനെയുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നാളെ എന്ത് കഴിക്കുമെന്നോ അല്ലെ ഫീസ് കൊടുക്കുമെന്ന കാര്യം അതിനെക്കുറിച്ചൊന്നും ആശങ്കയില്ല. പലരുടെയും ദൈവം വളരെ ബലഹീനനാണ്. അതുകൊണ്ട് അവർക്ക് നാളെയെക്കുറിച്ച് ഭയങ്കര വിചാരമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന നാളെയെക്കുറിച്ച് വിചാരപ്പെടരുതെന്നാ, പക്ഷെ ഭയങ്കര വിചാരമാണ്. ഓക്കെ, ഇവിടെ പറയുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന് വളരെ പ്രചാരമുള്ള ഒരു പ്രയോഗം ശ്രദ്ധിക്കണം, അച്ചട്ടായ പ്രവചനം. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ സാമാന്യ വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇതുപോലെ ഏതോ ഒരു പള്ളിയിൽ പോയി അവരെ പ്രാർത്ഥിച്ചതും അതിനുശേഷം ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞതും അത് അതുപോലെ തന്നെ സംഭവിച്ചു ഒക്കെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ സംഭവിച്ചു എന്ന് വന്നേക്കാം, സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മോട് പറയുകയാണ്, അവർ പറയുന്നത് അടയാളം സംഭവിക്കുകയും ചെയ്താൽ പോലും അങ്ങനെയുള്ള വ്യക്തിയുടെ വാക്ക് കേട്ടനുസരിക്കരുത്. നിന്റെ ദൈവമായ യഹോവ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവം നോക്കിക്കോളൂ. എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു ദൈവദാസൻ വർഷങ്ങളായി ദൈവവചനം പഠിച്ച് നമ്മുടെ മധ്യേ വന്ന് വളരെ അടുക്കും ചിട്ടയുമായിട്ടൊക്കെ ദൈവവചനം പ്രസംഗിച്ചാല് അതിന് പലർക്കും തൃപ്തിയില്ല. കാരണം എന്താ? പൗലോസ് അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, 2 തിമോത്തി 4-3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളവരെ പെരുകുകയല്ല, അവരെ പെരുക്കുകയാ. കാരണം എന്താണ്? അവർക്ക് കർണരസമാകുമാറ് സംസാരിക്കുന്നു, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം സംസാരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ, കിഴവിക്കഥ കേൾപ്പാൻ തിരിയുന്ന ഒരു കാലം വരും. അത് ഈ കാലമാണ്. കർണരസമാകുന്ന കെട്ടുകഥ കേൾപ്പാൻ ജനത്തിന് ഇഷ്ടമാണ്. 50 കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലെ 2 കാര്യം സംഭവിച്ചാലും മതി, അച്ചട്ടായി സംഭവിച്ചു എന്നാ പറയുന്നത്. ഇനി സംഭവിച്ചില്ലേ പോലും പിന്നെ അങ്ങനെയുള്ളവരെ തോളിൽ എഴുന്നള്ളിച്ച് കൊണ്ട് കിടക്കാനാണ് താല്പര്യം. കാരണം ഭാവിയെ കുറിച്ച് ആശങ്കയാണ്, ദൈവത്തിലുള്ള ഉറപ്പായ വിശ്വാസമില്ല. നാളെയെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ആ ദൈവത്തിൽ ഉറപ്പായ വിശ്വാസമില്ല. ആവർത്തന പുസ്തകത്തിൽ മോശ പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ കൊല്ലണം. പഴയ നിയമകാലത്താണെങ്കിൽ അങ്ങനെയുള്ളവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. എന്നിട്ട് പറയുക, അങ്ങനെ നിന്റെ മധ്യയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. കൽപ്പനയായിട്ട് കൊടുക്കുകയാണ്. എന്തിനാ അവരെ കൊല്ലേണ്ടത്? ആ പ്രവാചകൻ അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുക, അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതം സംഭവിക്കുകയും ചെയ്തില്ലേ, പിന്നെന്തിനാ കൊല്ലേണ്ടത്? അവൻ പറഞ്ഞത് അച്ചട്ടായിരുന്നില്ലേ, പിന്നെന്തിനാ കൊല്ലേണ്ടത്? എന്തിനാ അയാളെ കൊല്ലണം? ഇവിടെ പറയുന്നു, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനോ സ്വപ്നക്കാരന് നിന്നെ കൊണ്ടുവന്നവനും വീണ്ടെടുത്തവനുമായ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടുന്ന നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവൻ കൊല്ലണം. എന്നിട്ട് ആ സൗരി വായിക്കാൻ വിട്ടുപോയത് അവസാന വാചകം ഇങ്ങനെയാണ്, അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം. ശരിയാ, ദോഷം നീക്കിക്കളയണം. അതെന്താ ഈ പറയുന്നത്? നമ്മൾ പറയും, ഞങ്ങളുടെ സഭയിൽ വന്ന ആ പ്രവാചകൻ വേറെ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞില്ല, യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും പറഞ്ഞില്ല. ഓർക്കുക, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ അഹരോൻ പൊന്നുകൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ജനത്തെ അതിന്റെ മുൻപാകെ നമസ്കരിക്കുവാൻ ജനത്തെ കൊണ്ട് നിർത്തി. ജനത്തെ കൊണ്ടുപോയി നിർത്തിയിട്ട് 32-ന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു. ഒന്ന് വായിച്ച്, അവിടെ എന്താണ്? പുറപ്പാട് ദിവസം 32-ന്റെ 2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ച്. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരീൻ എന്ന് പറഞ്ഞു.
ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേൽ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാൽ അതിന്റെ മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവാചരിപ്പിനെന്ന് പറഞ്ഞു. പിറ്റേനാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. എന്നിട്ട് പറയുകയാണ്, നാളെ യഹോവയ്ക്ക് ഉത്സവം. കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആ കാളക്കുട്ടിയുടെ പേര് വിളിച്ചത് മിസ്രയീമ്യരുടെ ദേവനായിരുന്ന ഒസീറസിന്റെ പേരോ ശേത്തെന്നോ ആമോനെന്നോ, അങ്ങനെ മിസ്രയീമ്യരുടെ ദേവന്മാർ അനവധിയുണ്ട്. അവർക്ക് കാളദേവനുണ്ട്. എന്നാൽ ആ മിസ്രയീമ്യരുടെ ദേവന്മാരുടെ ഒന്നിന്റെയും പേരല്ല വിളിച്ചത്. അഹരോൻ ആ കാളക്കുട്ടിക്ക് പേര് വിളിച്ചത് യഹോവ എന്ന് തന്നെയായിരുന്നു. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം. വേറെ ഈ വരുന്ന പ്രവാചകന്മാരില്ലെന്നല്ല ഞാൻ പറയുന്നത്, പ്രവചന വരം എന്നൊരു വരം തന്നെയുണ്ട്. അതിലേക്ക് ഞാൻ വരികയാണ്. എന്നാൽ ഈ ഭൗതിക കാര്യങ്ങൾ, മാമോനെ പറ്റി, മാമോൻ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കാൻ ഒക്കത്തില്ല. ഒരുത്തനെ വിട്ട് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ ഒരാളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ പറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. മാമോൻ എന്നുള്ളതിന് തമിഴ് ബൈബിൾ എടുത്ത് നോക്കണം. അവിടെ പറയുന്ന തമിഴ് അറിയാവുന്ന സഹോദരന്മാർ ചോദിക്കണം, ഉലകപ്പൊരുൾ എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മാമോൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡ് ഓഫ് വേൾഡ്ലി വെൽത്തിന്റെ പേരാണ്. ലോക സമ്പത്തിന്റെ ദേവനാണ് മാമോൻ. ഇവർ വന്ന് മാമോനെ അവതരിപ്പിച്ചിട്ട് പറയുന്നത് ഇത് യേശുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാക്കുന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെ മോഹിപ്പിച്ച് മാമോന്റെ പിന്നാലെ നടത്തിയിട്ട് സത്യദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി മാമോന്റെ സേവകന്മാരാക്കി നമ്മെ മാറ്റുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക എന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് ഒരു പ്രബോധനമായി പറയുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് 4:4, വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകസ്നേഹികളായിരിക്കുന്നവരെ വിളിച്ചിരിക്കുന്നത് എത്ര എത്ര ഒരു 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 മോശമായ പദമാണെന്ന് ശ്രദ്ധിക്കണം. ആത്മീകമായി പരസംഗം ചെയ്യുന്നവരാണവർ. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന്മാരുണ്ട്, പ്രവചന വരമുണ്ട്. പുതിയ നിയമ ഈ വിശ്വാസികളുടെ ഇടയിലും ദൈവം പ്രവചന വരം ഉള്ളവരെ അയച്ചിട്ടുണ്ട്. ദൈവം അയക്കുന്ന പ്രവാചകന്മാരുണ്ട്. പ്രവാചകൻ എന്ന് പറയുന്നത് ഭാവി മാത്രം പറയുന്നവനല്ല. പ്രോഫറ്റിയ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രോഫറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദം ഉണ്ടായത്. പ്രോഫറ്റിയ എന്ന് പറഞ്ഞാൽ വൺ ഹൂ സ്പീക്സ് ഓൺ ബിഹാഫ് ഓഫ് സംബഡി എൽസ്, മറ്റൊരുത്തന് പകരമായി സംസാരിക്കുന്നവനെന്നാണ് പ്രോഫറ്റ് എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ്, അക്ഷരാർത്ഥം. മറ്റൊരുത്തന് പകരമായി സംസാരിക്കുന്നവൻ, അല്ലാതെ ഭാവി പറയുന്ന ഫോർട്ടെല്ലർ അല്ല. ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന് പകരമായി സംസാരിക്കുന്നു. യെശയ്യാവ് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ഏലിയാവ് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ശമൂവേൽ പ്രവാചകനായിരുന്നു. നാഥാൻ പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ
മോശയുടെ പ്രവാചകനായി അഹരോനെ പറഞ്ഞിരിക്കുന്നു. അഹരോനെ പറ്റി പറയുന്നത് അവൻ മോശയുടെ പ്രവാചകനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ്? മോശയ്ക്ക് പകരമായി അഹരോൻ സംസാരിക്കുന്നു. അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ പറയട്ടെ, പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഭാവി മാത്രം പറയുന്നവനായിരിക്കില്ല, അവൻ ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ പറയുന്നവനാണ്. ഈ ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ പറയണ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്യാമ്പൽ ഡി മോർഗൻ എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം ഒരിക്കൽ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫോർച്യൂൺ ടെല്ലർ, ഒരു ലേഡി കയറി, വളരെ പ്രത്യേക രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരു ലേഡിയാണ്. അവരവിടെ പലരോടും ഇങ്ങനെ അവരുടെ ഭാവിയൊക്കെ പറഞ്ഞ് അവരുടെ ദേഹത്തിന്റെ അടുക്കെ വന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഭാവി പറയുന്നത് ഞാൻ കേൾക്കുകയും കാശ് തരികയും ചെയ്യണമെങ്കിൽ ആദ്യം നീ എന്റെ ഭൂതകാലം പറയണം. അവരാകെ ഇദ്ദേഹത്തെ നോക്കി പ്രശ്നമാണെന്ന് കണ്ടു. അവരൊഴിയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവരെ പിടിച്ചവിടെ ഇരുത്തി. അവർ പറഞ്ഞു, ആർക്കാ ഭൂതകാലം പറയാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം ഭൂതകാലം ഞാൻ പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാവിയും ഭൂതവും എല്ലാം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ബൈബിൾ എടുത്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്ത് അദ്ദേഹം ഇങ്ങനെ വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഭൂതകാലം. ആ സ്ത്രീ എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പിന്നെ അവരെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഭാവി പറയാം, വർത്തമാനകാലം പറയാം. എഫേസ്യർ 2:4 മുതൽ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഭൂതകാലവും ഭാവികാലവും പറഞ്ഞതിന് ശേഷമാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ പ്രവചനം പറയേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ സ്ത്രീ ബലാത്കാരമായി തന്റെ കൈ വെടിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയതായിട്ട് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്നപ്പോൾ ദാവീദിന്റെ ഭൂതകാലം നാഥാൻ പറയുകയാണ്. ദാവീദിന്റെ ഭൂതകാലം വിളിച്ചു പറയുന്നു. അതിനുശേഷം ദാവീദിന്റെ വർത്തമാനകാലം പറയുകയാണ്. നമ്മൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം. അവിടെ ചെന്ന് മുഴുവൻ വായിപ്പിക്കുന്നില്ല, 2 ശമൂവേൽ 12-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. നാഥാൻ ചെന്ന് ദാവീദിന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും എല്ലാം പറഞ്ഞു. ഭൂതകാലം പറയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. ഭാവി പറയാൻ വളരെ ഈസി, അത് സംഭവിക്കോ സംഭവിക്കില്ലയോ, പിന്നെ എപ്പോഴേലും ഒരു ഡേറ്റ് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ആർക്കും പറയാം. ദൈവവചനം നാം വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14-ന്റെ 3-4 വാക്യങ്ങൾ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രവചിക്കുന്നവനോ എന്താണ് ചെയ്യുന്നത്? ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അടുത്ത വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ദൈവം പ്രവാചകനെ അയക്കുന്നതിന്റെ പർപ്പസ് ആത്മീക വർധനയ്ക്കുള്ള പ്രബോധനങ്ങൾക്കും ആശ്വാസത്തിനുമാണ്. വ്യക്തി ജീവിതത്തിൽ സഭയ്ക്കും വ്യക്തികൾക്കും ആത്മീക വർധന ഉണ്ടാകുവാനാണ് പ്രവാചകനെ ദൈവം അയക്കുന്നത്.
അതേ 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 14:24. എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ മതി. വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആത്മീക വർധന വരുത്തുക. ആത്മീക വർധന എന്ന് പറയുമ്പോൾ അവനെ പണിയുകയാണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആത്മീക വർധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ മീനിങ് ലിറ്ററൽ മീനിങ് തന്നെ പണിയുക എന്നാണ്. അവനെ ആത്മീകമായി പണിയുവാനായിട്ടാണ് പ്രവാചകൻ. ഇനി അവിശ്വാസിയെ സംബന്ധിച്ചോ, അവിശ്വാസിക്ക് പാപബോധം വരുത്തേണ്ടതിന്, അവൻ വിവേചിക്കപ്പെടേണ്ടതിന്, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാട്ടി ദാവീദിന്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെ നാഥാൻ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പാപബോധം വരേണ്ടതിന് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യിരെമ്യാ 1:10, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. പ്രവാചകന്റെ മുഖ്യമായ 5 ദൗത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്റെ മുഖ്യമായ 5 ദൗത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക, പണിയുക, നടുക. To pluck up and to tear down, to destroy and overthrow, to build and to plant. പ്രവാചകന്റെ മുഖ്യമായ 5 ദൗത്യങ്ങൾ. ഇത് ഓരോന്നായിട്ട് വിവരിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഒറ്റ ഒരു ഉദാഹരണത്തിലൂടെ അങ്ങ് പറയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം നാം എടുക്കുമ്പോൾ അവിടെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ബാലിനെ സേവിക്കേണ്ടതിന് അവരെ പ്രേരിപ്പിച്ച ആഹാബ് രാജാവിന്റെ അഹങ്കാരത്തെയും എല്ലാ തിന്മകളെയും പാപങ്ങളെയും അൺഗോഡ്ലിയായ എല്ലാ ഉയർച്ചകളെയും നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും അവന്റെ പ്രവാചകന്മാരെയും ബാൽ വിഗ്രഹത്തെയും ദേശത്ത് നിന്ന് നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും ദൈവം ഒരു പ്രവാചകനെ അയച്ചു. എന്തായിരുന്നു അവന്റെ പേര്? ഏലിയാവ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ഏലിയാവിനെ കൊണ്ട് ആഹാബ് രാജാവിന്റെ അഹങ്കാരത്തെയും എല്ലാ തിന്മകളെയും പാപങ്ങളെയും അൺഗോഡ്ലിയായ എല്ലാ ഉയർച്ചകളെയും നിർമൂലമാക്കുകയും പൊളിക്കുകയും നശിപ്പിക്കുകയും ഇടിച്ചു കളയുകയും ചെയ്യുകയായിരുന്നു കർമ്മേലിന്റെ മുകളിൽ. ബാൽ വിഗ്രഹത്തെയും ബാലിന്റെ പ്രവാചകന്മാരെയും ദേശത്ത് നിന്ന് നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. അത്രയുമല്ല, പ്രവാചകന്റെ ദൗത്യം നിർമൂലമാക്കുകയും പൊളിക്കുകയും നശിപ്പിക്കുകയും ഇടിച്ചു കളയുകയും മാത്രമല്ല, പിന്നെ 2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? 2 കാര്യങ്ങളൂടെ പറഞ്ഞു. പണിയുവാനും നടുവാനും. വ്യവസ്ഥ പ്രകാരം യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ ഒരു യാഗപീഠം പണിത് യഹോവയ്ക്ക് ഹോമയാഗമർപ്പിക്കുകയും ദേശത്ത് ജനത്തെ പണിയുവാനും അവരെ നടുവാനും ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. വ്യവസ്ഥ പ്രകാരം യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാൻ യാഗപീഠം പണിത് യഹോവയ്ക്ക് ഹോമയാഗമർപ്പിക്കുകയും ദേശത്ത് ജനത്തെ പണിയുകയും നടുകയും ചെയ്യുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. ഒരൊറ്റ
സംഭവത്തിലൂടെ ഈ 5 ദൗത്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെ നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക, പണിയുക, നടുക. ഇതാണ് പ്രവാചകന്റെ ദൗത്യം. നമ്മുടെ ഉള്ളിലെ ആഹാബ് രാജാവിന്റെ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അൺഗോഡ്ലി ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ കണികകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ഇടിച്ചു കളയണം, നിർമൂലമാക്കണം, പൊളിക്കണം, പണിയണം. നമ്മെ ദൈവോന്മുഖമായി പണിയണം. അതിനാണ് ദൈവം പ്രവാചകനെ അയക്കുന്നത്. അതാണ് ആത്മീക വർധന എന്ന് പറയുന്നത്. നീക്കേണ്ടതിനെ നീക്കിക്കളയുക, പണിയേണ്ടതുപോലെ പണിയുക. കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. പുതിയ നിയമത്തിൽ നമുക്കാരെ കൊല്ലാനൊന്നും അധികാരമില്ല കേട്ടോ. പക്ഷെ അങ്ങനെയുള്ളവന് വേദികൾ ഒരുക്കി കൊടുത്ത് തഴച്ചു വളരുവാൻ നമ്മൾ വേദികൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഒരുത്തൻ പ്രവചിക്കുന്നത് 100 കാര്യത്തിൽ 2 എണ്ണം സംഭവിച്ചാൽ മതി, പിന്നെ ആൾക്ക് മാർക്കറ്റാ. ഒരുത്തൻ പ്രവചിക്കുന്നത് സത്യമായതുകൊണ്ട് മാത്രം, ഒരുത്തൻ പറയുന്നത് ആത്മീയമെന്ന് തോന്നുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രം അവൻ ദൈവം അയച്ച പ്രവാചകനാകണമെന്നില്ല. കള്ളപ്രവാചകന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ആത്മീയ വിഷയങ്ങളൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ ഏത് ആത്മാവിൽ പ്രവചിക്കുന്നുവെന്ന് പരിജ്ഞാനമുള്ള ദൈവജനം ശോധന ചെയ്യണം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസും ശീലാസും തിമത്തിയോസും ലൂക്കോസും എല്ലാം ഫിലിപ്പിയിലായിരിക്കുന്ന സമയത്ത് അവർ പോവുകയും വരികയും ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ആത്മീക വിഷയങ്ങളാണ് അവരെ നോക്കി വിളിച്ചു പറയുന്നതൊക്കെ അച്ചട്ടായിരുന്നു, സത്യമായ കാര്യങ്ങളുമായിരുന്നു. പക്ഷെ പൗലോസ് പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞ് അവളിൽ വ്യാപരിച്ചത് ഒരു ഭൂതാത്മാവാകുന്നുവെന്ന്. അവൾ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. 16-ാം അധ്യായം എടുത്തെങ്കിൽ നോക്കാം നിങ്ങൾക്ക്. ഞാൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തിട്ട് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ് അവള് നിത്യവും പൗലോസും ശീലാസും പിന്നെ തിമത്തിയോസും ലൂക്കോസും ഇത്രയും പേരാണ് അവിടെ ഫിലിപ്പിയിൽ ചെന്നിരിക്കുന്നത്. അവർ പോവുകയും വരികയും ചെയ്യുമ്പോൾ 16-17 അവർ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പല നാൾ ചെയ്തു വന്ന് പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളുള്ള ഭൂതത്തോട്, അവൾ പറഞ്ഞത് ആത്മീയ വിഷയമല്ലേ, അവൾ എന്തെങ്കിലും ദോഷമായി പറഞ്ഞു? ഒന്നുമില്ല. അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഭൂതം അവളെ വിട്ടുപോയി. അവൾ ഭൂതാത്മാവിലാണ് വിളിച്ചു പറഞ്ഞത്. കേട്ടപ്പോൾ എന്തായിരുന്നു? ആത്മീക വിഷയമാണ്. അതുകൊണ്ട് ഒരുത്തൻ പ്രവചിക്കുന്നത് സത്യമായതുകൊണ്ട് മാത്രമോ ആത്മീകമെന്ന് തോന്നുന്നതായതുകൊണ്ട് മാത്രമോ അവൻ ദൈവമയച്ച പ്രവാചകനാകണമെന്നില്ല. പല കള്ളപ്രവാചകന്മാരും നമ്മെ വശീകരിക്കുവാൻ ആദ്യം ചില ആത്മീയ വിഷയങ്ങളൊക്കെ പറയും. എന്നാൽ ഒരുവൻ പ്രവചിക്കുന്നുവെങ്കിൽ അവൻ ഏതാത്മാവിൽ പ്രവചിക്കുന്നുവെന്ന് ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഒന്ന് യോഹന്നാൻ 4:1 അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ.
ഞങ്ങൾ അറിയാഞ്ഞത് കൊണ്ട് തെറ്റിപ്പോയെന്ന് പറയുവാൻ ഇടയാകരുത്. ശോധന ചെയ്യുവാൻ നമുക്ക് കൽപ്പനയായിട്ടാണ് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ശോധന ചെയ്യുക. പ്രവാചകന്റെ ദൗത്യം അവിശ്വാസിക്ക് പാപബോധം വരുത്തുക. പ്രവാചകന്റെ ദൗത്യം വിശ്വാസിക്ക് ആത്മിക വർധന വരുത്തുക. പ്രവാചകന്റെ ദൗത്യം അഹങ്കാരത്തെയും അഭക്തിയെയും അശുദ്ധിയെയും ഇടിച്ചു കളയുക, നിർമൂലമാക്കുക. പ്രവാചകന്റെ ദൗത്യം ദൈവോന്മുഖമായി നമ്മെ പണിയുക. ദൈവോന്മുഖമായി നമ്മെ പണിയുക. ഇതാണ് പ്രവാചകന്റെ ദൗത്യം. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. ആചാരപരമായ വിശുദ്ധീകരണവും സമർപ്പണവും. അടുത്തത് ഭക്ഷണങ്ങളും ഉത്സവങ്ങളും. 14:1 മുതൽ 16:17 വരെ. 14:1 മുതൽ 16:17 വരെ ഭക്ഷണങ്ങളും ഉത്സവങ്ങളും. ജാതികളുടെ ആചാരങ്ങൾ ഇസ്രായേൽ മക്കൾ അനുകരിക്കരുത്. 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കളോടുള്ള മോശയുടെ പ്രബോധനം തുടരുമ്പോൾ 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവർക്ക് ദൈവമായുള്ള ബന്ധം എന്താണെന്ന് എടുത്തു പറയേണ്ടതിന്, അല്ലെങ്കിൽ ദൈവം അവരെ എങ്ങനെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. പുറപ്പാട് പുസ്തകം 4:22 നമ്മൾ കാണുന്നുണ്ട്. മോശ മുഖാന്തരം യഹോവ ഫറവോനോട് പറയുന്നുണ്ട്. പുറപ്പാട് 4:22, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. തന്റെ ആദ്യജാതനെ പീഡിപ്പിച്ച ഫറവോന്റെയും എല്ലാം ഇസ്രായേലിയരുടെ ആദ്യജാതന്മാരെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം സംഹരിച്ചതായിട്ട് നാം പിന്നെ വായിക്കുന്നുണ്ട്. ഇവിടെ മോശ ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്ന അതേ ബന്ധമാണ് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവമായിട്ടുള്ളത്. മക്കൾ. 2 കൊരിന്ത്യർ 6:17 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പഴയ നിയമ ഇസ്രായേലിനെ പറ്റി ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 4:22 ആവർത്തന പുസ്തകം 14:1-2 വാക്യങ്ങൾ പറയുന്നു, യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. പുതിയ നിയമസഭയോട് പറയുന്നു, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആകുന്നു. അതുകൊണ്ട് ഇവിടെ 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. അതുകൊണ്ട് മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾ മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കരുത്. നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. മരിച്ചവന് വേണ്ടി മുറിവേൽപ്പിക്കുക എന്നത് ജാതികളുടെ ഒരു ആചാരമായിരുന്നു. ശാരീരിക പീഡനങ്ങൾ മുറിവേൽപ്പിക്കുക എന്നുള്ളത് ഇന്നും നമ്മൾ കാണുന്നതാണ്. ഇതിലെ കൂടെ കുത്തിയിറക്കുന്നു, അതിലെ കൂടെ കുത്തിയിറക്കുന്നു, തൂക്കി കടത്തുന്നു, കമ്പി കൊളുത്തലിടുന്നു. ഇതൊക്കെ ജാതികളുടെ അനാചാരങ്ങളാണ്. അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ സ്വയം മുറിവേൽപ്പിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ബാലിന്റെ പ്രവാചകന്മാർ അവര് അവിടെ പറയുന്നുണ്ട്, പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ജാതികളുടെ ഒരു അനാചാരമാണ്. ദേവപ്രീതിക്കായിട്ട് തങ്ങളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുക. കനാൻ ദേശത്ത് പാർത്തിരുന്ന ജാതികൾ അവരുടെ മരിച്ചവർക്ക് വേണ്ടി തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. തങ്ങളുടെ മുടി വടിച്ചു കളഞ്ഞിട്ട്
മുൻകഷണ്ടി ഉണ്ടാക്കുക. കനാന്യരുടെ ഒരു സമ്പ്രദായമായിരുന്നു. മുടി വടിച്ചു കളഞ്ഞ് മുൻകഷണ്ടി ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വ്യാപരിച്ചു. വടക്കേ ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കളോ അതുപോലെ മുതിർന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ തലമുണ്ടനം ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു കുടുമ വെക്കുന്ന സമ്പ്രദായം. ആന്ധ്രാപ്രദേശിലും ഒക്കെ അതുണ്ട്. കേരളത്തിൽ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ, ആന്ധ്രയിൽ അത് കണ്ടിട്ടുണ്ട്. ആന്ധ്രക്കാരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് പരക്കെയുണ്ട്. ചൂടാകരണം എന്നാണ് അവർ പറയുന്നത്. അപ്പനോ അമ്മയോ അമ്മാവനോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മുടിയൊക്കെ മുട്ടയടിച്ച് ഇവിടെ ഒരു കുടുമ വെക്കും. അങ്ങനെ ചെയ്യുന്നത് ജാതികളുടെ ആചാരമാണ്. ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുതെന്ന് ഇസ്രായേലിനോട് ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 10:2 പറയുന്നുണ്ട്, ജാതികളുടെ വഴി പഠിക്കരുത്. ജാതികളുടെ ആചാരങ്ങൾ, അനാചാരങ്ങൾ ഇസ്രായേൽ അനുകരിക്കരുത്. അവരുടെ അനാചാരങ്ങൾ ഇസ്രായേൽ അനുകരിക്കരുത്. 14:2 എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്. യു ആർ എ പീപ്പിൾ ഹോളി ടു ദ ലോർഡ് യുവർ ഗോഡ്. ഹോളി, വിശുദ്ധ ജനം. വിശുദ്ധം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഖാദോഷ് എന്നുള്ള എബ്രായ പദമാണ്. ഖാദോഷ്. ഗ്രീക്കിൽ ഹഗിയോസ് എന്ന് പറയും. ഗ്രീക്കിൽ ഹഗിയോസ് എന്ന് പറയും. എബ്രായ ഭാഷയിൽ ഖാദോഷ് എന്ന് പറയും. ഖാദോഷ് എന്ന് പറയുന്ന പദത്തിന് സെറ്റ് അപ്പാർട്ട്, ദൈവത്തിനായി വേർതിരിക്കുക എന്നാണ് അർത്ഥം. ഖാദോഷ് എന്ന് പറയുന്ന എബ്രായ പദത്തിന് ദൈവത്തിനായി വേർതിരിക്കുക. ഗ്രീക്കിൽ അത് ഹഗിയോസ് എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിലാണ് ഖാദോഷ് എന്ന് പറയുന്നത്. ഖാദോഷ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ദൈവവചനത്തിൽ കാണുന്ന ലഹോൾ എന്നുള്ളൊരു എബ്രായ പദമാണ്. ലഹോൾ. ലഹോൾ അതിന്റെ അർത്ഥം ദ കോമൺ, സാമാന്യമായതെന്നാണ്. ഖാദോഷ് ദ ഹോളി, ലഹോൾ ദ കോമൺ. ലഹോൾ എന്ന് പറഞ്ഞാൽ ദ കോമൺ, സാമാന്യമായത്. അപ്പൊ വിശുദ്ധമായതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സാമാന്യമായത്, അല്ലെങ്കിൽ ദ ഹോളി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ദ കോമൺ എന്നാണ് ബൈബിളിൽ കാണുന്നത്. ഉദാഹരണത്തിന് ചില വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 21:4 വാക്യം. 1 ശമൂവേൽ 21:4. അവിടെ കാണുന്നത്, അതിന് പുരോഹിതൻ ദാവീദിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. 1 ശമൂവേൽ 21:4. യെഹെസ്കേൽ 42:20. യെഹെസ്കേൽ 42:20. അവർ ഇങ്ങനെ 4 പുറവും അളന്ന് വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റുമുണ്ടായിരുന്നു. വിശുദ്ധമായതും സാമാന്യമായതും. യെഹെസ്കേൽ 44:23. യെഹെസ്കേൽ 44:23. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അപ്പൊ വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം, കോമൺ. ദൈവജനത്തെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ലോകം തനിക്ക് സ്വന്തമായതിനെ എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം ദൈവജനം ലോകക്കാരല്ല. ലോകക്കാരാരാണ്? അവർ സാമാന്യ ജനമാണ്. നാം ലോകക്കാരല്ല. നാം സാമാന്യ ജനം അല്ല. നാം ദൈവത്തിന് വിശുദ്ധമാകുന്നു. നാം ദൈവത്തിന് വിശുദ്ധമാകുന്നു. 1 പത്രോസ് 2:9 വാക്യം ഒന്ന് വായിച്ചു. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വിശുദ്ധ വംശമാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, വിശുദ്ധ വംശമാണ്. അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്വന്തം ജനമാണെങ്കിൽ നമ്മൾ ലോകക്കാരല്ല, സാമാന്യരല്ല, കോമൺ പീപ്പിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളോട് നാം വിശുദ്ധരായിരിക്കുന്നത് കൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഡു നോട്ട് കൺഫോം എനി ലോങ്ങർ ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. റോമൻസ് 12:2. ഡു നോട്ട് കൺഫോം എനി ലോങ്ങർ ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. എന്തുകൊണ്ടാ? നമ്മൾ ഈ ലോകത്തിന് അനുരൂപമല്ല. നമ്മൾ എന്താണ്? ക്രിസ്തുവിന്റെ അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. കൊരിന്ത്യർ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്ന? മൂടുപടം നീങ്ങിയ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ആ കർത്താവിന്റെ അനുരൂപമായിക്കൊണ്ടിരിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലാണിപ്പം. ഇനി അതിന്റെ ഫുൾഫിൽമെന്റ് സംഭവിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരായിത്തീരും. എനിവേ, നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ ജനമാണ്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഇസ്രായേലിനോട് പറയുന്നു. അതുപോലെ നമ്മോടും ദൈവം പറയുന്നു, രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, ദൈവത്തിന്റെ സ്വന്തം ജനമായി നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിനോട് പറയുകയാണ്, ജാതികളുടെ ആചാരങ്ങൾ ഇസ്രായേൽ മക്കൾ അനുകരിക്കരുത്. 2, ശുദ്ധമായതും അശുദ്ധമായതും 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ആഹാര പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ സംബന്ധിച്ച് അവരോട് പറയുന്നുണ്ട്, രക്തം മാത്രം തിന്നാതിരിപ്പാൻ നിഷ്ഠയായിരിക്കുക, രക്തം ജീവനാകുന്നുവല്ലോ, മാംസത്തോടുകൂടെ ജീവനെ തിന്നരുത്. ആവർത്തന പുസ്തകം 12-ന്റെ 15-ാം വാക്യം, 23-ാം വാക്യം, 15-ന്റെ 23 ഇവിടെയൊക്കെ പറയുന്നുണ്ട് രക്തത്തോടു കൂടി ഒന്നും ഭക്ഷിക്കരുത്. അതുകൂടാതെ ഇവിടെ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും വെച്ച് അവർക്ക് ഭക്ഷിക്കാകുന്നത്, അവർക്ക് തിന്നാകുന്നത് ഏതൊക്കെയാകുന്നു എന്ന് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതിന് മോശയോടും ആരോനോടും അരുളി ചെയ്തത് ലേവ്യ പുസ്തകം 11-ന്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, ലേവ്യ 11-ന്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അതിവിടെ വീണ്ടും ആവർത്തനം 14-ന്റെ 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ചില പക്ഷിമൃഗാദികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അവ അശുദ്ധമാണ്, അവ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വേദപഠിതാക്കൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഇവിടെ അശുദ്ധമായി പേർ പറഞ്ഞിരിക്കുന്ന ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ അവർക്ക് പല വ്യാധികൾ പിടിപ്പാനിടയുണ്ട്. അതിനവർ ആധാരമാക്കുന്നത് പുറപ്പാട് പുസ്തകം 15-ന്റെ 26-ൽ, പുറപ്പാട് 15-ന്റെ എക്സോഡസ് 15:26 പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ മിസ്രൈമ്യർക്കുണ്ടായതുപോലെയുള്ള വ്യാധികൾ അവർക്ക് വരാതിരിക്കുവാൻ വേണ്ടി ആകാം ഇപ്രകാരം ചില ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുവാൻ അവരോട് കൽപ്പിക്കുന്നതെന്ന് ചിലർ പറയുന്നു. എന്നാൽ ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുക മാത്രമല്ല, ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്
അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യുക എന്നും അവിടെ പറയുന്നുണ്ട്. ദൈവം ആഗ്രഹിച്ചിരുന്നത് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ആഹാര പദാർത്ഥങ്ങളിൽ വ്യത്യസ്തത പുലർത്തുക വഴി ജാതികളോട് വേർപാട് വെളിപ്പെടുത്തുക. അതായിരുന്നിരിക്കാം ദൈവത്തിന്റെ തിരുഹിതം എന്ന് കരുതാവുന്നതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 കൊരിന്ത്യർ 10:31 കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:31 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വം വരുമാറ് ചെയ്യുക. ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വർജിക്കണമെന്ന് കർത്താവോ അപ്പോസ്തലന്മാരോ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. കർത്താവ് അരുളി ചെയ്തത് നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊന്ന് വായിച്ച്. മർക്കോസ് 7:15-16. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്നും പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഭക്ഷണയോഗ്യമല്ലാത്ത വിഷപദാർത്ഥങ്ങൾ ഭക്ഷിക്കുവാൻ പറയുന്നു എന്ന് ആരും ചിന്തിക്കരുത്. ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് പറയുക. ഓക്കെ, ഇനി മത്തായി 15:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളത് വായിച്ചു വരാൻ സമയമെടുക്കും. ഞാൻ അങ്ങ് വായിക്കാം. മത്തായി 15:17 മുതൽ 20 വരെ. വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. നമ്മെ സൃഷ്ടിച്ച, നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ സൃഷ്ടാവാകുന്ന ദൈവം പറയുകയാണ്, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിന് എന്ന് പറഞ്ഞാൽ ഭക്ഷണപദാർത്ഥങ്ങൾ, അല്ലാതെ വിഷം സേവിച്ചിട്ട് അശുദ്ധമാകില്ലെന്ന് പറഞ്ഞൊന്നും ആർക്കും കഴിക്കരുത്. എന്നിട്ട് അവിടെ പറയുകയാണ്, വായ്ക്കകത്ത് കടക്കുന്നത് എല്ലാം, വായ്ക്കകത്ത് കടക്കുന്നത് എല്ലാം, വാട്ട് എവർ enters the mouth, everything that enters the mouth goes into the stomach and then out of the body. വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഇതാരാ പറയുന്നത്? നമ്മുടെ സൃഷ്ടാവാണ് പറയുന്നത്. അപ്പോൾ ഈ ചിലർ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ കൂടോത്രം, കൈവശം, അതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ട് വയറ്റിൽ കിടന്നു. ഒരിക്കൽ ഞങ്ങള് പ്പോഴൊരു സഹോദരി എന്റെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ 20 വർഷമായിട്ട് കിടന്നത് ആരോ വന്ന് പ്രാർത്ഥിച്ചപ്പം അത് ഛർദിച്ചു. കുറെ ഛർദിച്ചപ്പം ബക്കറ്റിലായിരുന്നു കളക്ട് ചെയ്തത്, അതിനകത്ത് കറുത്ത നിറത്തിൽ പോയി കൂടോത്രമായിരുന്നു. മെഡിക്കൽ സയൻസ് അറിയാവുന്ന ഒരു ഡോക്ടറോട് ചോദിച്ചാൽ അവര് നല്ല വ്യക്തമായിട്ട് പറയും, മനുഷ്യന്റെ വയറ്റിൽ ചെല്ലുന്ന ഒരു സാധനം ഒന്നി പുറത്തു പോകും, പുറത്തു പോയില്ലെങ്കിൽ അകത്ത് സ്റ്റക്കായെങ്കിൽ അത് പിന്നീട് പല രോഗങ്ങൾക്കും കാരണമാകും, ഓപ്പറേഷനോ മറ്റെന്തെങ്കിലും ചികിത്സയോ വേണ്ടിവരും. സൃഷ്ടാവാകുന്ന ദൈവം പറയുന്നു, വാട്ട് എവർ enters the mouth goes into the stomach and then out of the body. പിന്നെ എന്താണ് 20 വർഷം കിടക്കുന്നു എന്നൊക്കെ പറയുന്നത്? ആ കിടക്കുന്നു എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം. വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുര എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവിടെ കൈവശം അവിടെ കിടക്കുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും സൃഷ്ടിച്ചവൻ പറയുന്നത് വിശ്വസിക്കണോ? വഴിയെ പോകുന്ന കള്ളന്മാർ പറയുന്നത് വിശ്വസിക്കണോ? യോശുവ പറയുന്നത് പോലെ ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക.
പക്ഷെ പറയുന്നുണ്ടല്ലോ 24-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ തിരഞ്ഞെടുത്തു. നമ്മുടെ ദേഹത്തെയും ദേഹിയ ആത്മാവിനെയും സൃഷ്ടിച്ചവൻ പറയുകയാണ്, വാട്ട് എവർ enters the mouth goes into the stomach and then out of the body. പുറത്തു പോകും. അത് 20 വർഷവും 15 വർഷവും 10 വർഷവും 5 വർഷവും 1 വർഷവും ഒന്നും കിടക്കത്തില്ല. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ഇസ്രായേലിനോട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് ശുദ്ധവും അശുദ്ധമായവരുടെ പ്രമാണം നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും ജാതികളോടുള്ള ഒരു വേർപാടിനെ വെളിപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ആവർത്തന പുസ്തകം 14-ന്റെ 2-ാം വാക്യം, അവിടെയും ഈ പോർഷൻ അവസാനിക്കുന്ന 21-ാം വാക്യത്തിലും അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണല്ലോ. ദൈവത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. കൊലോസ്യർ 2:16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇപ്പൊ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ. റോമർ 14-ന്റെ 1 മുതൽ 15-ന്റെ 2 വരെയുള്ള വചനഭാഗം കൂടെ നിങ്ങൾ അതോട് ചേർത്ത് വായിച്ചു കൊള്ളുക. റോമർ 14-ന്റെ 1 മുതൽ 15-ന്റെ 2 വരെ. പതിനാലിന്റെ 22 മുതൽ 29 വരെ ദശാംശം സംബന്ധിച്ച് ഉള്ള കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ദശാംശം സംബന്ധിച്ചുള്ള കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ ഞാൻ തന്നെ ആയിരിക്കും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നാളെ ക്ലാസ്സിൽ കാണാം. അന്നേരം തുറന്നുള്ള ഭാഗങ്ങൾ ഞാൻ എടുക്കാം. നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഈ പോർഷൻ പഠിപ്പിച്ച് തീർക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അതിന് നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. ജോൺസൺ ഡാനിയൽ, കർത്താവ് ജോൺസൺ ജോൺസൺ ഡാനിയൽ പ്രാർത്ഥിച്ചത്. വെൺമണി. മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവാം ദൈവമേ, മനോഹര ദിവസത്തിന്റെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കാക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ വൻ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് പഠിച്ച പാഠങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ അപ്പൻ അവിടെ നിന്ന് ശ്രമിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവിടെ ഞങ്ങളുടെ ഉള്ളത്തിൽ അത് ക്രിയ ചെയ്യുവാൻ തിരുമേനി സഹായിക്കണം. പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആരുമായി പതിയുവാൻ, അത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തിന് ഇമ്പകരമായി പ്രവർത്തിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രി ഞങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ദൈവദാസന്മാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ശ്രേഷ്ഠദാസനെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും നിന്റെ കരുണയിൽ അവിടുന്ന് പൊതുകയും കാവലായി പരിപാലിപ്പാൻ തിരുമേനി സഹായിക്കണം. സമസ്ത ഭാരങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചാട്ട് പരിപാലിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ യാചിക്കുന്നത് കൃപയോടെ കേട്ട് തിരുമരുളുമാറാകണമേ. ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. God bless you. Good night.